MCA നമ്മൾ ഗസയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി അറിയണം. രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്ന ഗസയിൽ കൂട്ടക്കുരുതി വീണ്ടും തുടരുകയാണ് ഇസ്രായേൽ. പിന്നീട് 24 മണിക്കൂറിനിടെ 13 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ വെടിനിർത്തൽ വേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 463 ആയിരിക്കുകയാണ്. ഗസയിലേക്ക് സഹായ വിലക്ക് തുടരുന്നത് മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപകമാക്കുന്ന സാഹചര്യമുണ്ട്. പുതുതായി രൂപം നൽകിയ ഗസ സമാധാന സമിതിയുടെ യോഗം സ്വിറ്റ്സർലാൻഡിലെ ദാവൂദിൽ അടുത്ത ദിവസം തന്നെ തന്റെ അധ്യക്ഷതയിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അതിനിമിഷം വെസ്റ്റ് ബാങ്കിലെ ബത്ലഹേമിൽ ഇസ്രായേൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. MCA ആക്രമണം തുടരുകയാണ്. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. വെടിനിർത്തലിന് ശേഷമുള്ള ആ സംഖ്യ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും ഇസ്രായേൽ അടങ്ങുന്നില്ല. തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നത് റഫയുടെ ഭാഗമായിട്ടുള്ള ദേറൽ ബലാഹിലാണ്. വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണ പരിപാടികളാണ് അവിടെ ഇസ്രായേൽ നേതൃത്വം നടത്തിയത്. ഇന്നിപ്പം വൈകിട്ട് ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി വ്യോമാക്രമണം നീളുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 400-ലധികം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഘട്ടമുണ്ടായി 48 മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ 13 പേര് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, പ്രകൃതിക്ഷോഭം മൂലവും 2 വർഷം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശഹത്യ പദ്ധതിയിലൂടെയും ഈ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾ, അതിനെ മറികടക്കാനുള്ള ഒരു സഹായ വസ്തുക്കൾ ഇനിയും എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. എത്രയും പെട്ടെന്ന് റഫ അതിർത്തി തുറക്കുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റു ഉപകരണങ്ങളും സംവിധാനങ്ങളും ഗസയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം വേണമെന്ന് ലോകരാജ്യങ്ങളൊക്കെയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലും ഈ രണ്ടാം ഘട്ടം ഔദ്യോഗികമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അത് പ്രയോഗതലത്തിൽ ഈ സഹായം ഗസ നിവാസികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ. അപ്പൊ തന്നെ ഈ രണ്ടാം ഘട്ടത്തിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. കരാർ ആദ്യഘട്ടത്തിൽ ലംഘിച്ചതാണ്. ഈ രണ്ടാം ഘട്ടം അത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. മറ്റൊന്ന് മാനുഷിക സഹായം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. റഫ അതിർത്തി തുറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യത്തിൽ പോലും വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും സംസാരം ചർച്ചയുണ്ടാവുക? ധന്യത്തിൽ ഇപ്പം ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ കൂട്ടായ്മകളും വളരെ കൃത്യമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം വെടിനിർത്തൽ എന്നത് തികച്ചും ഏകപക്ഷീയമായിട്ട് ഈ വെടിനിർത്തൽ ലംഘനം ഒരു രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയും മറ്റു വിഭാഗം പൂർണ്ണമായിട്ടും ഈ വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പും വൈരുദ്ധ്യവും ഇനിയും അംഗീകരിക്കാനാവില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അവർ നൽകിയിരിക്കുന്നു. അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗസയിലെ ഭരണം കൈമാറാനുള്ള ഒരു സന്നദ്ധത തുടക്കം മുതൽ തന്നെ ഗസയിലെ ഹമാസ് നേതൃത്വം അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 15-അംഗ സമാധാന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ സ്റ്റീവ് വിറ്റ്കോഫ്, അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതനുണ്ട്. അതോടൊപ്പം തന്നെ ജഡദ് കുഷ്ണർ എന്ന ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൗസിന്റെ ഉപദേശകനുമുണ്ട്. മറ്റ് അംഗങ്ങളുടെ പേരുകൾ ഔദ്യോഗികമായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സമിതിയുടെ ആദ്യ യോഗമാണ് ഇപ്പോൾ ദാവോസിൽ ട്രംപിന്റെ അധ്യക്ഷതയിൽ നടക്കാൻ പോകുന്നത്. ആ യോഗം ആയിരിക്കും തുടർ നീക്കങ്ങൾ, പുനർനിർമ്മാണം ഉൾപ്പെടെ ഗസയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആ യോഗമായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ധന്യ സൂചിപ്പിച്ച ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ നിരായുധീകരണത്തിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ചില ഉപാധികളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പലസ്തീനികളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വേണം എന്ന ഒരു നിലപാട് അവർ കൈക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കളും മറ്റും എത്തിക്കേണ്ടതുണ്ട്. ഈ വെടിനിർത്തൽ ലംഘനം നടത്തുന്ന ഇസ്രായേലിനെ നിലക്ക് നിർത്തണം എന്നത് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളും ഒരുപക്ഷെ ഈ സമാധാന സമിതി ചർച്ച ചെയ്യും. എന്തായാലും ഈ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടം ഒരുപക്ഷെ വരും മാസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ പലസ്തീനികളുടേതായിട്ടുള്ള ഒരു സൈനിക സംവിധാനം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുകയാണെങ്കിൽ അത്തരമൊരു സംവിധാനത്തിന് മാത്രമായിരിക്കും തങ്ങൾ ആയുധങ്ങൾ കൈമാറുക എന്നുകൂടി ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ. ശരി, താങ്ക് യു MCA.